Okay, good. Nishana, ideal blood substitute പറ. Nishana. Hmm. Okay. Pathogen? Pathogen? Hmm. Okay. Hmm. Okay, good. ഇത്രയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ടോപ്പിക് ടൈപ്സ് ഓഫ് ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ടൈപ്സ് ഓഫ് ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് ടൈപ്പ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. ഒന്നാമത്തെ ടൈപ്പ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. ഓക്കെ, പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് എന്താണെന്ന് നോക്കാം. These are compounds which are either entirely synthetic or processed from natural proteins that serve as infusion solutions which expand intravascular volume. ഓക്കെ, അതായത് ഒന്നാമത്തെ ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് ആണ്. ഓക്കെ, ഇത് ഈ ഘടകങ്ങൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വിച്ച് ആർ ഏതർ എൻറ്റയർലി സിന്തറ്റിക്, ഇത് പൂർണ്ണമായിട്ടും എന്താണ് സിന്തറ്റിക് ആണ്. ഓക്കെ, സിന്തറ്റിക് ആണ്, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫ്രം നാച്ചുറൽ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ നാച്ചുറൽ പ്രോട്ടീൻസിൽ നിന്നും മാറ്റിയെടുത്തിരിക്കുന്ന രൂപമാണ്. ഓക്കെ, ഒന്നെങ്കിൽ ഇതർ എൻറ്റയർലി സിന്തറ്റിക്, പൂർണ്ണമായിട്ടും സിന്തറ്റിക് ആണ്, സിന്തറ്റിക് ആണ്, അല്ലെങ്കിൽ എന്താണ് പ്രോസസ്ഡ് ഫ്രം നാച്ചുറൽ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ നാച്ചുറൽ പ്രോട്ടീൻസിൽ നിന്നും പ്രോസസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഓക്കെ, മീൻസ് മാറ്റിയെടുത്തിരിക്കുന്ന രൂപമാണ്. ദാറ്റ് സെർവ് ആസ് ഇൻഫ്യൂഷൻ സൊല്യൂഷൻസ് വിച്ച് എക്സ്പാൻഡ് ഇൻട്രാവാസ്കുലാർ വോളിയം. ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്യൂഷൻ സൊല്യൂഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇൻഫ്യൂഷൻ സൊല്യൂഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് റിങ്കിൾ ലാക്ടേറ്റ്, നോർമൽ സലൈൻ, അതുപോലെയുള്ള ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് വരുന്ന ഗ്ലൂക്കോസ് എന്ന ആ സൊല്യൂഷനെ അതിലോട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് എക്സ്പാൻഡ് ഇൻട്രാവാസ്കുലാർ വോളിയം. ഇത് ഇൻട്രാവാസ്കുലാർ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് പ്ലാസ്മ വോളിയം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്ലാസ്മ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടാണ്, പ്ലാസ്മയുടെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻട്രാവാസ്കുലാർ വോളിയം, ഇൻട്രാവാസ്കുലർ എന്ന രക്തക്കുഴലുകളുടെ ഒരു വ്യാപ്തം കൂട്ടാൻ വേണ്ടി, മീൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. ഓക്കെ, എന്നിട്ട് പറയാം പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. ദിസ് ആർ കോമ്പൗണ്ട്സ് വിച്ച് ആർ either entirely synthetic or processed from natural proteins that serve as infusion solutions which expand intravascular volume. അതായത് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് എന്ന ഘടകങ്ങൾ ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടും എന്താണ് സിന്തറ്റിക് ആണ്, അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻസിൽ നിന്ന് മാറ്റിയെടുത്തിരിക്കുന്ന രൂപമാണ്. ഓക്കെ, ദാറ്റ് സെർവ് as infusion solution. ഇത് ഇൻഫ്യൂഷൻ സൊല്യൂഷനിലാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് എക്സ്പാൻഡ് ഇൻട്രാവാസ്കുലാർ വോളിയം. ഇത് ഇൻട്രാവാസ്കുലാർ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മീൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്ലാസ്മ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. Is it clear? Okay, then second type RBC substitutes. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBC substitute, red blood cell substitutes. ഓക്കെ, എന്താന്ന് നോക്കാം. that 2 points വരുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് മോഡിഫൈഡ് ഹീമോഗ്ലോബിൻസ്. മോഡിഫൈഡ് ഹീമോഗ്ലോബിൻസ് ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതാം. ദിസ് ആർ ഇസെൻഷ്യലി ഹ്യൂമൻ ഹീമോഗ്ലോബിൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഔട്ട്ഡേറ്റഡ് ബ്ലഡ്. ഒന്നാമത്തത്, അതായത് RBC സബ്സ്റ്റിറ്റ്യൂട്ട്സ് 2 പോയിന്റ്സ് വരുന്നുണ്ട്. ഒന്നാമത്തത് മോഡിഫൈഡ് ഹീമോഗ്ലോബിൻസ്. ഓക്കെ, ഹൈഫൺ ഇട്ടിട്ട് എഴുതാം. ദിസ് ആർ ഇസെൻഷ്യലി ഹ്യൂമൻ ഹീമോഗ്ലോബിൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഔട്ട്ഡേറ്റഡ് ബ്ലഡ്.
അതായത് മോഡിഫൈഡ് ഹീമോഗ്ലോബിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൽ നിന്ന് മീൻസ് കാലഹരണപ്പെട്ടിരിക്കുന്ന ബ്ലഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് മീൻസ് അതിൽ നിന്ന് എടുക്കുന്ന ഹ്യൂമൻ ഹീമോഗ്ലോബിൻസിനെയാണ് മോഡിഫൈഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കാലഹരണപ്പെട്ടിരിക്കുന്ന ബ്ലഡിൽ നിന്ന്, ഔട്ട്ഡേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട ബ്ലഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഹ്യൂമൻ ഹീമോഗ്ലോബിനെയാണ് എന്താ പറയുക മോഡിഫൈഡ് ഹീമോഗ്ലോബിൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ എസെൻഷ്യലി ഹ്യൂമൻ ഹീമോഗ്ലോബിൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഔട്ട്ഡേറ്റഡ് ബ്ലഡ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. മോഡിഫൈഡ് ഹീമോഗ്ലോബിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദീസ് ആർ എസെൻഷ്യലി ഹ്യൂമൻ ഹീമോഗ്ലോബിൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഔട്ട്ഡേറ്റഡ് ബ്ലഡ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൽ നിന്ന് മീൻസ് കാലഹരണപ്പെട്ട ബ്ലഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഹ്യൂമൻ ഹീമോഗ്ലോബിനെയാണ് മോഡിഫൈഡ് ഹീമോഗ്ലോബിൻസ് എന്ന് വിളിക്കുന്നത്. ആ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, ഇനി RBC സബ്സ്റ്റിറ്റ്യൂട്ടിലെ രണ്ടാമത്തെ പോയിന്റ് perfluorocarbons. Okay, perfluorocarbons hyphen ഇട്ടിട്ട് എഴുതാം. Synthetic organic compounds that can take over perfusion. Synthetic organic compounds that can take over perfusion. അതായത് ഇത് സിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മീൻസ് സിന്തറ്റിക് ആയിട്ട് നിർമ്മിക്കുന്ന ജൈവികപരമായിട്ടുള്ള ഒരു ഘടകങ്ങളാണ് ഇത്. ഓവർ പെർഫ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓവർ പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന രീതിയിൽ വ്യാപിക്കാനുള്ള കഴിവുണ്ട്. ഓവർ പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ഫുൾ ഭാഗത്തോട്ടും വ്യാപിപ്പിക്കാനുള്ള കഴിവ്, അതിനാണ് ഓവർ പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പെർഫ്ലൂറോ കാർബൺസ്. നമ്മൾ പറയാം പെർഫ്ലൂറോ കാർബൺസ് ഉണ്ടെങ്കിൽ സിന്തറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ ടേക്ക് ഓവർ പെർഫ്യൂഷൻ. അതായത് സിന്തറ്റിക് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ജൈവികമായിട്ടുള്ള ഘടകങ്ങളെയാണ്. ആൻഡ് ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ പെർഫ്യൂഷന്, അത് മീൻസ് വ്യാപിപ്പിക്കുവാനുള്ള കഴിവ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, perfluorocarbons ആണ് രണ്ടാമത്തെ പോയിന്റ്. perfluorocarbons ഉണ്ടെങ്കിൽ സിന്തറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ ടേക്ക് ഓവർ പെർഫ്യൂഷൻ. അതായത് perfluorocarbons പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ജൈവികമായിട്ടുള്ള ഘടകങ്ങളാണ്. ബട്ട് എന്താണ് സിന്തറ്റിക് ആണ്. ഓക്കെ, ദാറ്റ് ക്യാൻ ടേക്ക് ഓവർ പെർഫ്യൂഷൻ. ഇത് ഓവർ പെർഫ്യൂഷനുള്ള കഴിവ് ഉണ്ട്, കഴിവുള്ള ഘടകങ്ങളാണ്. ഓവർ പെർഫ്യൂഷൻ എന്നിട്ടുണ്ടെങ്കിൽ പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യാപിക്കുവാനുള്ള കഴിവ്, മീൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് ഉള്ള ഘടകങ്ങളാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഒന്നുകൂടി പറയാം. ടൈപ്സ് ഓഫ് ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇൻ ദാറ്റ് 2 ടൈപ്സ് ആണ് വരുന്നത്. പ്ലാസ്മ എക്സ്പാൻഡേഴ്സും RBC സബ്സ്റ്റിറ്റ്യൂട്ടും. അതിൽ പ്ലാസ്മ എക്സ്പാൻഡേഴ്സിൽ ദിസ് ആർ കോമ്പൗണ്ട്സ് വിച്ച് ആർ either entirely synthetic or processed from natural proteins that serve as infusion solutions which expand intravascular volume. അതായത് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് എന്നുള്ള ഘടകങ്ങൾ ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടും സിന്തറ്റിക് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ പ്രോട്ടീൻസിൽ നിന്ന് മാറ്റിയെടുക്കപ്പെട്ട രൂപമാണ്. ഓക്കെ, ഇത് ഇൻഫ്യൂഷൻ സൊല്യൂഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇൻട്രാവാസ്കുലർ വോളിയം എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട്, വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്ലാസ്മ വോളിയം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Then second one RBC substitutes ആണ്. In that first point modified hemoglobins. These are essentially human hemoglobins extracted from outdated blood. കാലഹരണപ്പെട്ട ബ്ലഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഹ്യൂമൻ ഹീമോഗ്ലോബിൻസിനെയാണ് മോഡിഫൈഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. Then perfluorocarbons ആണ് രണ്ടാമത്തെ പോയിന്റ്. In that synthetic organic compounds that can take over perfusion. അതായത് perfluorocarbons എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇത് ഓവർ പെർഫ്യൂഷൻ ഉള്ള കഴിവ് ഇതിന് ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത്രയാണ് ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഷിഹാന, ഓക്കെ, പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? Okay, good. Sona.
സോന RBC substitutes പറ. പെർഫ്യൂഷനുള്ള കഴിവുണ്ട്. ഓക്കെ ഗുഡ്. എത്രയാണ് ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. അടുത്ത മെയിൻ ഹെഡിങ് കൊടുക്കാം പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. അടുത്ത മെയിൻ ഹെഡിങ് കൊടുക്കാം പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് പ്ലാസ്മ എക്സ്പാൻഡേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ സിലബസിൽ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. Okay, plasma expanders are agents that have relatively high molecular weight and boost the plasma volume by increasing the osmotic pressure. Okay, അതായത് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏജൻസ് ഹൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഈ ഏജൻസിന് എന്താണ് ഉയർന്ന മോളിക്കുലാർ വെയിറ്റ് ആണ് ഉള്ളത്. ആൻഡ് ബൂസ്റ്റ് ദ പ്ലാസ്മ വോളിയം മീൻസ് പ്ലാസ്മ വോളിയം കൂട്ടുകയാണ് ചെയ്യുന്നത്. ബൂസ്റ്റ് ചെയ്യുന്ന വർദ്ധിപ്പിക്കുകയാണ്. പ്ലാസ്മ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിങ് ദ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ കൂട്ടിക്കൊണ്ടാണ്. ഓസ്മോസിസ് എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഈ ഓസ്മോട്ടിക് പ്രഷർ കൂട്ടിക്കൊണ്ട് പ്ലാസ്മ വോളിയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. Plasma expanders are agents that have relatively high molecular weight and boost the plasma volume by increasing the osmotic pressure. അതായത് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് എന്ന് പറഞ്ഞ ഏജൻസിന് എന്താ പറയാ താരതമ്യേന ഹൈ മോളിക്കുലാർ വെയിറ്റ് ആണ് ഉള്ളത്. ഉയർന്ന രീതിയിലുള്ള മോളിക്കുലാർ വെയിറ്റ് ആണ് ഉള്ളത്. ദെൻ ബൂസ്റ്റ് ദ പ്ലാസ്മ വോളിയം. ഇത് പ്ലാസ്മ വോളിയം വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഇൻക്രീസിംഗ് ദ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ കൂട്ടിക്കൊണ്ടാണ് പ്ലാസ്മ വോളിയം വർദ്ധിപ്പിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. ബൈ ഇൻക്രീസിംഗ് ദ ഓസ്മോട്ടിക് പ്രഷർ, അതായത് പ്ലാസ്മ വോളിയം കൂട്ടാനാണ് ഈ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഈ പ്ലാസ്മ വോളിയം എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിംഗ് ദ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനെ കൂട്ടിക്കൊണ്ടാണ് പ്ലാസ്മ വോളിയം കൂട്ടുന്നത്. അതിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്മോസിസിൽ സഹായിക്കുന്ന ഒരു മർദ്ദമാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ് എന്താണെന്നൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ടൈപ്സ് കൊടുക്കാം. അടുത്ത സബ് ഹെഡിങ് ടൈപ്സ്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് ക്രിസ്റ്റലോയിഡ്സ്. ഒന്നാമത്തെ ടൈപ്പ് ക്രിസ്റ്റലോയിഡ്സ്. ഓക്കെ, ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ക്രിസ്റ്റലോയിഡ്സ് ആർ aqueous solutions of mineral salts or other water soluble molecules. നോടി പറയാം, crystalloids are aqueous solutions of mineral salts or other water soluble molecules. Okay, crystalloids എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് aqueous solutions of. aqueous solutions ജലരൂപത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള സൊല്യൂഷൻസ് ആണ്. അതായത് ഒന്നെങ്കിൽ മിനറൽ സാൾട്സിന്റെ മിനറൽ സാൾട്സ് എന്താ പറയുക, ഇപ്പം പൊട്ടാസ്യം, മഗ്നീഷ്യം അതെല്ലാം മിനറൽസ്. ഓക്കെ, മിനറൽ സാൾട്സ് അല്ലെങ്കിൽ ഓർ അതർ വാട്ടർ സോലബിൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന രീതിയിലുള്ള വേറെ തന്മാത്രകളുടെയോ സൊല്യൂഷനെയാണ് ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം, ക്രിസ്റ്റലോയിഡ്സ് ആർ അക്വസ് സൊല്യൂഷൻസ് ഓഫ് മിനറൽ സാൾട്സ് ഓർ അതർ വാട്ടർ സോലബിൾ മോളിക്യൂൾസ്. അതായത് ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷൻസ് ആണ്. അക്വസ് സൊല്യൂഷൻ ദ്രാവക രൂപത്തിലുള്ള സൊല്യൂഷൻസ് ആണ്. ദെൻ മിനറൽ സാൾട്സ്, അതായത് മിനറൽ സാൾട്സിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിച്ചു പോകുന്ന രീതിയിലുള്ള വാട്ടറിൽ ലയിച്ചു പോകുന്ന തന്മാത്രകളുടെയോ ഒരു സൊല്യൂഷൻ ആണ് ഈ ക്രിസ്റ്റലോയിഡ്സ്. എക്സാമ്പിൾസ് നോർമൽ സലൈൻ, ഡെക്സ്ട്രോസ്, റിങ്ങേഴ്സ് സൊല്യൂഷൻ എക്സെട്ര. എക്സാമ്പിൾ നോർമൽ സലൈൻ, ഡെക്സ്ട്രോസ്, റിങ്ങേഴ്സ് സൊല്യൂഷൻ എക്സെട്ര. അതായത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പനി ഛർദിക്കായിട്ട് പോകുമ്പോൾ ഗ്ലൂക്കോസ് കയറില്ല, ആ ഗ്ലൂക്കോസിൽ NS,RL എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ സൊല്യൂഷൻസിനെയാണ് ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോസ് കുപ്പിയിൽ ഇനി പോകുമ്പോൾ ഹോസ്പിറ്റൽ സൈഡിൽ പോകുമ്പോൾ നോക്കാം. ഹോസ്പിറ്റൽ സൈഡിൽ പോകുമ്പോൾ ഇനി ഗ്ലൂക്കോസ് കുപ്പിയിൽ നോക്കാം, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും RL. RL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിങ്കിൾ ലാക്ടേറ്റ് എന്നാണ്
means ringer solution. Okay, then normal saline NS ന്ന് capital letters NS ന്ന് എഴുതിയിട്ടുണ്ടാവും. NS എന്നാ normal saline. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, crystalloids are aqueous solutions of mineral salts or other water soluble molecules. അതായത് മിനറൽ സാൾട്സിന്റെയോ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന തന്മാത്രകളുടെയോ സൊല്യൂഷനെയാണ് ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോർമൽ സലൈൻ, then dextrose, then ringer solution, etc. ക്ലിയർ ആയോ? ഓക്കെ. then രണ്ടാമത്തെ ടൈപ്പ് കലോയിഡ്സ്. ഒന്നാമത്തത് ക്രിസ്റ്റലോയിഡ്സ്, രണ്ടാമത്തത് കലോയിഡ്സ്. Colloids are larger insoluble molecules. അതായത് colloids എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ insoluble ആയിട്ടുള്ള larger molecules ആണ്. insoluble molecules ആണ്. ഓക്കെ, അതായത് ലാർജർ ആയിട്ടുള്ള മീൻസ് ലയിക്കാത്ത രീതിയിലുള്ള തന്മാത്രകളാണ്. ഓക്കെ, എക്സാമ്പിൾ ഡെക്സ്ട്രോൺ, ജലാറ്റിൻ, ഹ്യൂമൻ ആൽബുമിൻ ആൻഡ് ബ്ലഡ്. ഇതെല്ലാമാണ് കലോയിഡ്സ്. അതായത് ലയിക്കാത്ത ഇൻസോലുബിൾ ആയിട്ടുള്ള വലിയ തന്മാത്രകളെയാണ് കലോയിഡ്സ് എന്ന് പറയുന്നത്. ലയിക്കാത്ത അല്ലെങ്കിൽ അലിയാത്ത രീതിയിലുള്ള തന്മാത്രകളെയാണ്, വലിയ തന്മാത്രകളെയാണ് കലോയിഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഡെക്സ്ട്രാൻ, ജലാറ്റിൻ, ഹ്യൂമൻ ആൽബുമിൻ, ബ്ലഡ്. ഇതെല്ലാം ഇതാണ് കലോയിഡ്സ് ആണ്. ക്ലിയർ ആയോ? Is it clear? ഓക്കെ, ഒന്നുകൂടി പറയാം. ടൈപ്സ് രണ്ടെണ്ണാണുള്ളത്, ക്രിസ്റ്റലോയിഡ്സും കലോയിഡ്സും. ഓക്കെ, അതിൽ ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റലോയിഡ്സ് ആർ aqueous solutions of mineral salts or other water soluble molecules. എക്സാമ്പിൾസ് നോർമൽ സലൈൻ, ഡെക്സ്ട്രോസ്, റിംഗർ സൊല്യൂഷൻ, എക്സെട്ര. ദെൻ രണ്ടാമത്തത് കലോയിഡ്സ് ആണ്. കലോയിഡ്സ് ആർ ലാർജർ ഇൻസോലുബിൾ മോളിക്യൂൾസ്. എക്സാമ്പിൾ ഡെക്സ്ട്രാൻ, ജലാറ്റിൻ, ഹ്യൂമൻ ആൽബുമിൻ ആൻഡ് ബ്ലഡ്. ഓക്കെ, അടുത്ത സബ് ഹെഡിങ് കൊടുക്കാം. യൂസ് ഓഫ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. യൂസ് ഓഫ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. ഈ പ്ലാസ്മ എക്സ്പാൻഡേഴ്സിന്റെ ഉപയോഗമാണ് പറയുന്നത്. യൂസ്ഡ് ഇൻ കണ്ടീഷൻസ് വെയർ ബ്ലഡ് ഓർ പ്ലാസ്മ ഹാസ് ബീൻ ലോസ്റ്റ് ഓർ ഹാസ് മൂവ്ഡ് ടു extravascular compartment. Examples in burns, hypovolemic shock, severe trauma, then extensive tissue damage and endotoxin shock. അതായത് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ പ്ലാസ്മ, ഓക്കെ, അതൊന്നെങ്കിൽ നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ അത് എക്സ്ട്രാ വാസ്കുലാർ കമ്പാർട്ട്മെന്റിലോട്ട് മീൻസ് outside of the vascular system means blood vascular systemത്തിന്റെ പുറം ഭാഗങ്ങളിലോട്ട് മൂവ് ചെയ്യുമ്പോഴോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ്ഡ് ഇൻ കണ്ടീഷൻസ് വെയർ ബ്ലഡ് ഓർ പ്ലാസ്മ ഹാസ് ബീൻ ലോസ്റ്റ്. അതായത് ബ്ലഡോ പ്ലാസ്മയോ ഒന്നെങ്കിൽ നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ ഹാസ് മൂവ്ഡ് ടു എക്സ്ട്രാ വാസ്കുലാർ കമ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ വാസ്കുലാർ കമ്പാർട്ട്മെന്റ്സിലോട്ട് മൂവ് ചെയ്യുമ്പോഴോ. എക്സ്ട്രാ വാസ്കുലാർ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് ദ വാസ്കുലാർ സിസ്റ്റത്തിലോട്ട് മൂവ് ചെയ്യുമ്പോഴോ ആണ്. എക്സാമ്പിൾസ് ഇൻ ബേൺസ് മീൻസ് പൊള്ളുമ്പോൾ. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ ഈസ് ടു ലോ, അതായത് പ്ലാസ്മ ലെവൽ കുറയുന്ന സന്ദർഭങ്ങളിൽ. ദെൻ സിവിയർ ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ. Then extensive tissue damage means ഉയർന്ന രീതിയിലുള്ള ടിഷ്യൂ ഡാമേജ്, കലകൾക്ക് ഡാമേജ് ഉണ്ടാകുമ്പോൾ. Then endotoxin shock എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു ടോക്സിൻ ആണ്. അത് സെപ്സിസ് എന്ന് പറഞ്ഞ അസുഖത്തിനൊക്കെ കാരണമാകുന്നത്. ആ എൻഡോടോക്സിൻ ഷോക്ക് ഉണ്ടെങ്കിലും ആ ഒരു സന്ദർഭത്തിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം.
use of plasma expanders ഉണ്ടെങ്കിൽ used in conditions where blood or plasma has been lost or has moved to extravascular compartments. Examples in burns, hypovolemic shock, severe trauma, extensive tissue damage, endotoxin shock. അതായത് ഒന്നെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ പ്ലാസ്മയോ നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ വാസ്കുലർ കമ്പാർട്ട്മെന്റ്സിലോട്ട് ഈ ബ്ലഡോ പ്ലാസ്മയോ മൂവ് ചെയ്യുമ്പോൾ മീൻസ് ഔട്ട്സൈഡ് ഓഫ് ദ വാസ്കുലർ സിസ്റ്റത്തിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എക്സാമ്പിൾസ് ഓഫ് കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബേൺസ് മീൻസ് പൊള്ളുമ്പോൾ, അതുപോലെ തന്നെ ഹൈപ്പോവോളിമിക് ഷോക്ക്. ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ ഈസ് ടു ലോ, അതായത് പ്ലാസ്മ വളരെ കുറയുന്ന കണ്ടീഷൻ, അതാണ് ഹൈപ്പോവോളിമിക് ഷോക്ക്. കോമ സീവിയർ ട്രോമ മീൻസ് വലിയ രീതിയിലുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ ഉണ്ടാകുമ്പോൾ. ദെൻ കോമ എക്സ്റ്റെൻസീവ് ടിഷ്യൂ ഡാമേജ്, ഉയർന്ന രീതിയിലുള്ള ടിഷ്യൂ ഡാമേജ്, കലകൾക്ക് ഡാമേജ് ഉണ്ടാകുമ്പോൾ. കോമ എൻഡോടോക്സിൻ ഷോക്ക് മീൻസ് എൻഡോടോക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ടോക്സിൻ ആണ്. ഓക്കെ, ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിനെയാണ് എൻഡോടോക്സിൻ എന്ന് പറയുന്നത്. അത് സെപ്സിസ് എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ കാരണമാകും. ഓക്കെ, ആ ഒരു സന്ദർഭങ്ങൾ എൻഡോടോക്സിൻ ഷോക്ക്, എൻഡോടോക്സിൻ ഉണ്ടാകുന്ന മീൻസ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴും. ഇത്രയും കണ്ടീഷൻസിലാണ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. Is it clear? Okay. Okay, next contraindications. Okay, contraindications in that first one, heart failure. Okay, heart failure is contraindicated on. Second one, pulmonary edema. Pulmonary edema. Pulmonary edema എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ excess fluid in the lungs. അതായത് ലങ്സ് ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് കൂടുന്നതിനെയാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, എക്സസ് ഫ്ലൂയിഡ് ഇൻ ദ ലങ്സ്, അതാണ് പൾമണറി എഡിമ. ദെൻ തേർഡ് പോയിന്റ്, റീനൽ ഇൻസഫിഷ്യൻസി മീൻസ് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഇമ്പയർമെന്റ്, അതാണ് റീനൽ ഇൻസഫിഷ്യൻസി. ദെൻ സീവിയർ അനീമിയ. ഓക്കെ, സീവിയർ ആയിട്ടുള്ള അനീമിയ കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ത്രോംബോസൈറ്റോപീനിയ. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ പ്ലേറ്റ്ലെറ്റ് ലെവൽ, പ്ലേറ്റ്ലെറ്റ് ലെവൽ കുറയുന്നതിനെയാണ് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. ലോ പ്ലേറ്റ്ലെറ്റ് ലെവൽ ആണ് ത്രോംബോസൈറ്റോപീനിയ. ദെൻ ലാസ്റ്റ് വൺ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി മീൻസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിലും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. എന്നിട്ട് പറയാം കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഫസ്റ്റ് വൺ, heart failure. Second one, pulmonary edema. Third one, renal insufficiency. Fourth one, severe anemia. Then thrombocytopenia. Then last one, hypersensitivity. Is it clear? Okay. Okay, next side effects. Next heading, side effects. Okay, side effects, vomiting, then mild fever, then itching, then chills. ഇത്രയാണ് സൈഡ് എഫക്ട്സ്. വോമിറ്റിംഗ് ഉണ്ടാകും, മൈൽഡ് ഫീവർ ഉണ്ടാകും, ഇച്ചിങ് ഉണ്ടാകും, ദെൻ ചിൽസ്. ചിൽസ് എന്ന് പറഞ്ഞാൽ വിറയൽ അല്ലെങ്കിൽ തണുപ്പ് എന്നുള്ളൊരു അർത്ഥം, കുളിരിടുക എന്നുള്ള അർത്ഥം. Is it clear? ഇത്രയാണ് പ്ലാസ്മ എക്സ്പാൻഡർ. ക്വസ്റ്റ്യൻ ചോദിക്കാം. സെഡ്ലിയ, എന്താണ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്? ഓക്കെ, ഗുഡ്. ഷംന, എന്താണ് ക്രിസ്റ്റലോയിഡ്സ്? Ringer's solution. Okay, good. Husna,
ഓക്കെ, കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഗുഡ്. ഷെമീന? ഓക്കെ, യൂസ് ഓഫ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് പറ. ഓക്കെ, ഗുഡ്. സോന? Okay, what are the contraindications? Thrombocytopenia. Alina? Alina? Okay, what are the side effects? Okay. ഇത്രയാണ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. അടുത്ത ഹെഡിങ് എമിറ്റിക്സ് ആണ്. ഇത് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഓക്കെ, അപ്പോൾ നാളെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.